സർവ്വമാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി തൻ്റെ ജീവനെ നൽകിയ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ലൈറ്റ് ഓഫ് സാൽവേഷൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച് ആരംഭിച്ചത് 121 സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ നിന്നത്രേ. അതിനെ ആധാരമാക്കി പർവ്വതങ്ങളുടെ മുകളിൽ വെളിപ്പെട്ടവനായ ദൈവത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. അരരാത്ത് പർവ്വതത്തിൽ ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തിയത് ന്യായവിധിയുടെ ദൈവമായി, കൃപയുടെ ദൈവമായി, ഉടമ്പടികളുടെ ദൈവമായി. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് രണ്ടാമതായി പഴയ നിയമ ചരിത്രത്തിൽ ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തിയത് മോറിയ എന്ന് പറയുന്ന മലയുടെ മുകളിലത്രേ. അതിന് പശ്ചാത്തലമായി നാം ചിന്തിക്കുന്നത് അബ്രഹാമിൻ്റെ ജീവിത ചരിത്രമത്രേ. അബ്രാം എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനെ ദൈവം വിളിച്ച അബ്രഹാം എന്ന പേര് നൽകി അവനെ വിലയേറിയ വാഗ്ദത്തങ്ങളോട് കൂടെ അവൻ അന്നുവരെ കാണാത്ത ദേശത്തിലേക്ക് ദൈവം അയക്കുന്നു. അവൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ യാത്ര ആരംഭിച്ചു. ആ യാത്ര മുൻപിലേക്ക് പോകുമ്പോൾ 100-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഫലമായി, ദൈവത്തിൻ്റെ വാഗ്ദത്ത ഫലമായി ഇസഹാക്ക് എന്ന് പറയുന്ന ഒരു മകനെ ദൈവം അവന് ദാനമായി നൽകി. എന്നാൽ വർഷങ്ങൾ കഴിയുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുന്നു, നിന്റെ ഏകജാതനാകുന്ന പുത്രനാകുന്ന ഇസഹാക്കിനെ എനിക്ക് യാഗമായി നൽകുക. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇസഹാക്കിനെ യാഗമായി നൽകുവാൻ ആ മോറിയ മലയിലേക്ക് നടന്ന് നീങ്ങുന്നു. മോറിയ എന്ന വാക്കിൻ്റെ അർത്ഥം ദ ലാൻഡ് ഓഫ് വിഷൻ, അതായത് ദർശനത്തിൻ്റെ ഭൂമി എന്നുള്ളതത്രേ. അബ്രഹാം മുകളിലേക്ക്, പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഉറ്റുനോക്കാം. അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. നമ്മുടെ ആത്മീയ യാത്ര നമുക്ക് തുടരാം. ഒന്നാമതായി നാം കടന്നു ചെന്നത് അരരാത്ത് പർവ്വതത്തിലേക്ക് അത്രേ. അവിടെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ നാം കണ്ടു. ഇന്ന് നാം യാത്ര ചെയ്ത് കടന്നു ചെല്ലുന്നത് മോറിയ എന്നുള്ള പർവ്വതത്തിലേക്ക് അത്രേ. മോറിയ എന്ന വാക്കിൻ്റെ അർത്ഥം ദ ലാൻഡ് ഓഫ് വിഷൻ, അതായത് ദർശനത്തിൻ്റെ ഭൂമി. മോറിയ പർവ്വതത്തിൻ്റെ പശ്ചാത്തലം നാം ചിന്തിക്കുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്നത്രേ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അബ്രാം എന്ന ഒരു സാധാരണ മനുഷ്യനെ ദൈവം വിളിച്ചു വേർതിരിച്ച് അവനോട് പറഞ്ഞു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് കടന്നു ചെല്ലുക. താൻ കേട്ട ദൈവവചനത്തെ അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാം വിശ്വസിച്ചത് കൊണ്ട് സകലതും അവന് നീതിയായി കണക്കിട്ടു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ യാത്ര, അതിൻ്റെ ആരംഭം നാം കഴിഞ്ഞയാഴ്ച ചിന്തിച്ചതുപോലെ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താലത്രേ ആരംഭിക്കുന്നത്. ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ യാത്ര ആരംഭിക്കുന്നു. അബ്രഹാം തൻ്റെ ജീവിത ചരിത്രം മുൻപിലേക്ക് നീങ്ങുമ്പോൾ തനിക്ക് പ്രായം ഏറെയായി, മക്കൾ ഇല്ല. അവൻ ദൈവത്തോട് ചോദിക്കുന്നു, ദൈവമേ, എനിക്ക് ആവശ്യം ഒരു സന്തതി എത്രേ. ദൈവം അവൻ്റെ ആഗ്രഹപ്രകാരം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം അബ്രഹാമിന് ഇസഹാക്ക് എന്ന് പറയുന്ന ഒരു മകനെ നൽകുന്നു. ചില വർഷങ്ങൾ മുൻപിലേക്ക് പോകുമ്പോൾ ദൈവം വീണ്ടും അബ്രഹാമിന് പ്രത്യക്ഷനായി അബ്രഹാമിനോട് പറയുന്നു, നിന്റെ ഏകജാതനാകുന്ന ഇസഹാക്കിനെ എനിക്ക് യാഗമായി നൽകുക. ദൈവം എന്താണോ അബ്രഹാമിനോട് പറഞ്ഞത് അത് അനുസരിക്കുന്നതിനായി അബ്രഹാം ഇസഹാക്കിനെയും തൻ്റെ സേവകന്മാരെയും കൂട്ടി മോറിയ മലയിലേക്ക് കടന്നു ചെല്ലുന്നു. നമുക്ക് അബ്രഹാമിനോടൊപ്പം ചേർന്ന് ആ യാത്രയിലേക്ക് പോകാം. അവിടെ കാണുന്നത് യാത്ര ആ പർവ്വതത്തിൻ്റെ താഴെ എത്തുമ്പോൾ തൻ്റെ ഭൃത്യന്മാരോട്, വേലക്കാരോട് അബ്രഹാം പറയുന്നു, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും ബാലനും പോയി യാഗം കഴിച്ച് ഞങ്ങൾ മടങ്ങി വരാം. അവിടെ കാണുന്ന ഒരു വാക്ക് ഞങ്ങൾ മടങ്ങി വരാം എന്നുള്ളത് അത്രേ. അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കുവാനാണ് ആ മോറിയ മലയിലേക്ക് കടന്നു ചെല്ലുന്നത്. പക്ഷെ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനം അവിടെ കാണുവാൻ കഴിയും. കാരണം അബ്രഹാം പറയുന്നു, ഞങ്ങൾ മടങ്ങി വരാം. അത് ഒന്നാമത്തേത്. വീണ്ടും മുൻപിലേക്ക് പോകുമ്പോൾ ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്നു, അപ്പാ, യാഗത്തിനായുള്ള തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, പക്ഷേ യാഗമൃഗം എവിടെ?
അവിടെ അബ്രഹാം പറയുന്നത് ഇങ്ങനെയാണ്, അത് ദൈവം കരുതിക്കൊള്ളും. ഇംഗ്ലീഷിൽ പറയുന്നു, ദ ലോർഡ് വിൽ ലുക്ക് ടു ഇറ്റ്. അതായത് ദൈവം തനിക്കുള്ളത് കരുതിക്കൊള്ളും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇപ്രകാരമാണത്, അബ്രഹാമിനോടാണ് ദൈവം യാഗം കഴിക്കുവാൻ പറഞ്ഞതെങ്കിലും അത് ദൈവത്തിൻ്റെ കാര്യമാണ്. ദൈവത്തിൻ്റെ കാര്യം, ദൈവം തനിക്കുള്ളത് ദൈവം തന്നെ പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ നൽകും എന്നുള്ള വിശ്വാസത്തിൻ്റെ പ്രതിഫലനം അവിടെ കാണുവാൻ കഴിയും. വീണ്ടും അവർ യാത്ര മുൻപിലേക്ക് പോകുന്നു. അബ്രഹാം ഒരു യാഗപീഠം ഉണ്ടാക്കി, അതിന് മുകളിൽ വിറകുകൾ അടുക്കി വെച്ചു. അതിനുശേഷം ഇസഹാക്കിന്റെ കൈകാലുകൾ ബന്ധിച്ച് ആ യാഗപീഠത്തിന്മേൽ വയ്ക്കുന്നു. ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുന്നു എങ്കിൽ ഏറ്റവും വേദനയുള്ള ഒരു സമയമാണ് അബ്രഹാമിൻ്റേത്. താൻ വർഷങ്ങളോളം ഓമനിച്ച് വളർത്തിയ ഒരു കുഞ്ഞ്, അത് അനവധി വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ ഒരു കുഞ്ഞ്, അത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഇതാ ഒരു യാഗമായി നൽകുന്നു. ഇവിടെ കാണുവാൻ കഴിയുന്നത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ അത്രേ. ദൈവത്തിൻ്റെ വചനം നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്, ആരാണോ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭക്തിയോടുകൂടെ പിൻപറ്റുന്നത് അവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവം പരീക്ഷകളെ അനുവദിച്ചു. ആ ഓരോ പരീക്ഷയും ദൈവം അനുവദിക്കുമ്പോൾ ദൈവം ഒന്നാമതായി അറിയുവാൻ ആഗ്രഹിക്കുന്നത്, നാം ആരെയാണ് സ്നേഹിക്കുന്നത്? നാം ദൈവത്തെയാണോ അതോ ഈ ലോകത്തിലുള്ള മറ്റു കാര്യങ്ങളെയാണോ? അതാണ് ദൈവം ഒന്നാമതായി ശോധന ചെയ്ത് അറിയുന്നത്. അബ്രഹാമിന്റെ ജീവിതം എടുത്തു നോക്കിയാലും അബ്രഹാമിന്റെ ജീവിതത്തിന്റെ സകല അനുഗ്രഹങ്ങളുടെയും കാരണം ദൈവമത്രേ. ദൈവം നൽകിയ അനുഗ്രഹങ്ങളാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത്. ദൈവം രണ്ടാമതായി കാണുവാൻ ആഗ്രഹിച്ചത്, നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം മുതൽ. പിന്നെ അബ്രഹാം കൈനീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന്, അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ്ക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുൾ ചെയ്തു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ-യിരേ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. അവിടെ കാണുന്നത്, അബ്രഹാം ദൈവത്തിലുള്ള ആശ്രയത്താൽ, ദൈവത്തിലുള്ള വിശ്വാസത്താൽ ദൈവം എന്താണോ പറഞ്ഞത് അത് ചെയ്യുവാനായി മുൻപിലേക്ക് നീങ്ങുമ്പോൾ, അവൻ്റെ കരങ്ങളെ ഉയർത്തുമ്പോൾ അവിടെ ദൈവം പ്രത്യക്ഷനായി, ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി പറയുന്നു, അബ്രഹാമേ അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. അബ്രഹാം തലയുയർത്തി നോക്കുമ്പോൾ കാണുന്നത്, ദൈവം മുന്നേ ഒരുക്കിയിരുന്ന ഒരു ആട്ടുകൊറ്റൻ, അതിൻ്റെ കൊമ്പുകൾ വൃക്ഷത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. അവൻ അതിനെ എടുത്ത് ഹോമയാഗം കഴിച്ചു. അവിടെ അബ്രഹാം എന്താണ് വിശ്വസിച്ചുകൊണ്ട് തൻ്റെ മകനോട് പറഞ്ഞത്? അവിടെ 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളുമെന്നാണ് അബ്രഹാം പറഞ്ഞത്. അബ്രഹാം എന്താണോ പറഞ്ഞത് അത് അബ്രഹാമിന് വേണ്ടി ദൈവം ചെയ്തു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, അബ്രഹാമിന്റെ പുത്രനാകുന്ന ഇസഹാക്ക് യാഗം ആയിത്തീരേണ്ടെന്ന സ്ഥാനത്ത് ദൈവം തന്നെ ഒരു യാഗത്തിനായി ഒരു യാഗമൃഗത്തെ അവിടെ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് അബ്രഹാം ആ സ്ഥാനത്തിന് യഹോവ-യിരേ എന്ന പേര് ഇട്ടു. യഹോവ-യിരേ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ കരുതിക്കൊള്ളും അഥവാ യഹോവ ദാതാവ് എന്നുള്ളതത്രേ. മോറിയ മലയുടെ മുകളിൽ ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തിയത് യഹോവ-യിരേയായി നമുക്കായി കരുതുന്ന ദൈവമായിട്ടത്രേ. നാം പുതിയ നിയമവേദ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇസഹാക്കിനെ യേശു കർത്താവിനോടും അബ്രഹാമിനെ പിതാവാം ദൈവത്തോടും ഉപമിച്ചിരിക്കുന്നു. സർവ്വമാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായി യേശു കർത്താവ് കാൽവരി ക്രൂശിന്മേൽ തൻ്റെ ജീവനെ വച്ചത് അത് പിതാവാം ദൈവത്തോടുള്ള സമർപ്പണം. ഇസഹാക്ക് അബ്രഹാമിന് അനുസരണമുള്ളവനായിരുന്നത് പോലെ യേശു കർത്താവ് പിതാവാം ദൈവത്തിന് അനുസരണമുള്ളവനായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൻ്റെ ഭാഗത്തിലേക്ക് നാം ചിന്തിക്കുമ്പോൾ ഈ യഹോവ-യിരേയാകുന്ന ദൈവം
നമ്മുടെ ദാതാവാകുന്ന ദൈവം, നമുക്കായി കരുതുന്നവനായ ദൈവം നമുക്ക് വേണ്ടി എന്താണ് നൽകിയത്? ഒന്നാമതായി നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. അതിപ്രകാരം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. അവിടെ ദൈവം നമുക്കായി നൽകിയത് തൻ്റെ ഏകജാതനായ പുത്രനാകുന്ന ക്രിസ്തു യേശുവിനെ അത്രേ. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി. ആ യഹോവ ഇരേ ആകുന്ന ദൈവം, അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് സർവ്വമാനവരാശിയും പാപത്തിൽപ്പെട്ട് നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യഹോവ ഇരയാകുന്ന ദൈവം നമുക്കായി ഒന്നാമതായി നൽകിയത് തൻ്റെ പുത്രനാകുന്ന ക്രിസ്തു യേശുവിനെ അത്രേ. രണ്ടാമതായി ആ ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് നമുക്ക് വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 22 വരെ. അതിപ്രകാരം പറയുന്നു, അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തര സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. മുൻപേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. അവിടെ യേശു കർത്താവിനെ കാൽവരി ക്രൂശിന്മേൽ യാഗമായി നൽകുന്നത് കൊണ്ട് പിതാവാം ദൈവം ഒന്നാമതായി നമുക്ക് നൽകിയത് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അത്രേ. ആദിമ മനുഷ്യനായിരുന്ന ആദാം ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപം ചെയ്ത് അകന്നു പോയപ്പോൾ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയി, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പാപം ദൈവത്തോടുള്ള ശത്രുതയത്രേ. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശത്രുക്കളായി തീർന്ന നാം, യാതൊരു നന്മയ്ക്കും അവകാശികൾ അല്ലാതിരുന്ന നാം, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് പകരമായി യേശു കർത്താവിനെ കാൽവരി ക്രൂശിന്മേൽ യാഗമായി നൽകി. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് രക്തം ചിന്തിയിട്ടല്ലാതെ പാപത്തിന് പരിഹാരം ഇല്ല. പാപത്തിൻ്റെ ശമ്പളം മരണം ആകുന്നു. ഞാനും നിങ്ങളും അർഹരായിരിക്കുന്നത് പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തിനായിരുന്നു. എന്നാൽ യേശു കർത്താവിനെ പിതാവാം ദൈവം കാൽവരി ക്രൂശിന്മേൽ യാഗമായി നൽകിയത് കൊണ്ട് ആ മരണത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് പിതാവാം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക്, പുത്രത്വത്തിൻ്റെ അവകാശത്തിലേക്ക്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മെ മടക്കി കൊണ്ടുവരുന്നു. ആ യഹോവ ഇരയാകുന്ന ദൈവം നമുക്കായി ക്രിസ്തു യേശുവിലൂടെ രണ്ടാമതായി നൽകുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അത്രേ. മൂന്നാമതായി നമുക്ക് വായിക്കാം എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 19 മുതൽ 22 വരെ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടുകൂടെ അടുത്ത് ചെല്ലുക. ദൈവം നമുക്കായി നൽകുന്ന മൂന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്ത് ചെല്ലുവാനുള്ള പ്രാഗൽഭ്യം അഥവാ സ്വാതന്ത്ര്യം. പഴയ നിയമകാലഘട്ടത്തിൽ നമുക്ക് നന്നായി അറിയാം, അവിടെ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് അടുത്ത് ചെല്ലണം എങ്കിൽ അത് മഹാപുരോഹിതന് മാത്രമായിരുന്നു അവകാശം ഉണ്ടായിരുന്നത്. അതും വർഷത്തിൽ ഒരു പ്രാവശ്യം തൻ്റെ പാപത്തിന് പരിഹാരമായി, തൻ്റെ പാപങ്ങൾക്ക് ഒത്തവണ്ണം, തൻ്റെ സമ്പത്തിന് ഒത്തവണ്ണം മൃഗങ്ങളെയോ പക്ഷികളെയോ യാഗമായി ചെയ്ത് ആ തിരശ്ശീല കടന്ന് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു ചെല്ലണമായിരുന്നു. എന്നാൽ യേശു കർത്താവ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് തൻ്റെ ദേഹം എന്ന തിരശ്ശീല നമുക്കായി ചിന്തി പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏതു സമയവും ആ കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാനുള്ള പ്രാഗൽഭ്യത്തെ, യോഗ്യതയെ, അവകാശത്തെ ദാനമായി നൽകിയിരിക്കുന്നു. അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഒരു കുഞ്ഞ് തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നത് പോലെ ഏതു സമയത്തും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലുവാനുള്ള പ്രാഗൽഭ്യത്തെ നൽകുന്നു. യഹോവ ഇരയാകുന്ന ദൈവം
അവൻ ക്രിസ്തു യേശുവിലൂടെ മൂന്നാമതായി നമുക്ക് നൽകിയത് അവൻ്റെ സാന്നിധ്യത്തിലേക്ക്, അവൻ്റെ മഹത്വത്തിലേക്ക്, അവൻ്റെ അടുക്കലേക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെല്ലുവാനുള്ള കൃപയത്രേ. നാലാമതായി ദൈവത്തിൻ്റെ വചനം 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നാലാമതായി യേശു കർത്താവിലൂടെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് നമ്മുടെ പാപങ്ങളെ പോക്കിയുള്ള ശുദ്ധീകരണം അത്രേ. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളെയും പാപക്കറകളെയും യേശു കർത്താവിൻ്റെ രക്തത്താൽ പിതാവാം ദൈവം നമ്മിൽ നിന്ന് കഴുകി മാറ്റുന്നു. നമ്മെ ശുദ്ധിയുള്ളവരാക്കി ദൈവം തീർക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എങ്ങനെയാണ് പാപത്തിന് പരിഹാരം തേടേണ്ടത്, എന്താണ് എൻ്റെ പാപത്തിന് പരിഹാരം, ഞാൻ കഴിഞ്ഞ കാല ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾക്ക് എന്ത് പരിഹാരം ഉണ്ട് എന്ന് അന്വേഷിക്കുന്നുവെങ്കിൽ, ഒരുപക്ഷെ നാം ലോകത്തിൻ്റെ ചരിത്രം എടുത്ത് പഠിച്ചു നോക്കിയാൽ തങ്ങൾ ചെയ്തു പോയ പാപത്തിൻ്റെ പരിഹാരത്തിനായി തങ്ങളുടെ ജീവിതത്തെ മുഴുവനായി മാറ്റിവെച്ചവരുണ്ട്. ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത്, തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് അനുദപിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ച് കളഞ്ഞവരുണ്ട്. എന്നും ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരമായി അനവധി കർമ്മങ്ങളും തീർത്ഥാടന യാത്രകളും ചെയ്യുന്നവരും ഇന്നും നമ്മുടെ മധ്യത്തിലുണ്ട്. എന്നാൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി പിതാവാം ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്കായി നൽകിയത് തൻ്റെ പുത്രനാകുന്ന ക്രിസ്തു യേശുവിൻ്റെ രക്തത്തെ അത്രേ. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പാപത്തിന് പരിഹാരമുണ്ട്. നിങ്ങൾ ചോദിക്കുന്നുവോ, എപ്രകാരം എനിക്ക് ഈ പാപത്തിൻ്റെ പരിഹാരം ലഭിക്കും, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് എനിക്ക് മോക്ഷം ലഭിക്കുമെന്ന്? 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വിളിച്ചു പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്നുള്ളതത്രേ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ സകല അനീതിയും പോക്കി നമ്മെ വിശുദ്ധീകരിപ്പാൻ, നമ്മുടെ പാപങ്ങളെ ക്ഷമിപ്പാൻ അവൻ വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി, നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് യേശു കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിന്മേൽ തൻ്റെ ജീവനെ വെച്ചു എന്നും ആ കാൽവരി യാഗത്താലുള്ള തൻ്റെ രക്തം നിങ്ങളുടെ സകല പാപങ്ങളെയും പോക്കി നിങ്ങളെ വിശുദ്ധീകരിക്കുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുക. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഇനി ഒരിക്കലും പാപത്തിൻ്റെ വഴികളിൽ നടക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ തീരുമാനിക്കുന്നു എങ്കിൽ നിങ്ങളുടെ സകല പാപങ്ങളെയും പോക്കി നിങ്ങളെ നീതിയുള്ളവരാക്കി വിശുദ്ധിയുള്ളവരാക്കി ദൈവം തീർക്കുക തന്നെ ചെയ്യും. നാലാമതായി യഹോവ ഇരയാകുന്ന ദൈവം ക്രിസ്തുയേശുവിലൂടെ നമുക്ക് നൽകിയത് ശുദ്ധീകരണം അത്രേ. അഞ്ചാമതായി നമുക്ക് ചിന്തിക്കാം, റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, നിങ്ങൾ ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്കത്രേ അധീനർ ആകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുക ഇല്ലല്ലോ. യേശു കർത്താവിലൂടെ മാനവരാശിക്ക് ലഭിച്ച കൃപ, ആ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് ഇനി പാപത്തിന് നമ്മുടെ മേൽ അവകാശമില്ല, നമ്മുടെ മേൽ കർത്തൃത്വം ഇല്ല. ആദാമിൻ്റെ സമയം മുതൽ ആദാമ്യ പാപം നിമിത്തം സർവമാനവരാശിയും ദൈവത്തിൻ്റെ ശാപത്തിന്, ദൈവത്തിൻ്റെ കോപത്തിന് അധീനർ ആയിത്തീർന്നു. പിശാചിന് അധീനരായിത്തീർന്നു, പാപത്തിന് അടിമകൾ ആയിത്തീർന്നു. എന്നാൽ ഒരുവൻ യേശു കർത്താവിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവിലുള്ള കൃപയാൽ, യേശു കർത്താവിൻ്റെ കാൽവരി യാഗത്താൽ അവൻ പാപത്തിൽ നിന്ന് മോചിക്കുന്നു. ഇനി പാപത്തിന് നമ്മുടെ മേൽ അധികാരമില്ല, അവകാശമില്ല. യേശു കർത്താവിൻ്റെ കൃപയാൽ നാം അതിൽ നിന്ന് മോചനം ഉള്ളവരത്രേ. അഞ്ചാമതായി പിതാവാം ദൈവം, യഹോവ ഇരയാകുന്ന ദൈവം യേശു കർത്താവിലൂടെ നമുക്ക് നൽകുന്നത് പാപത്തിൽ നിന്നുള്ള മോചനം. ആറാമതായി നമുക്ക് ചിന്തിക്കാം, 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആറാമതായി യഹോവ ഇരയാകുന്ന ദൈവം യേശു കർത്താവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത് സൗഖ്യം അത്രേ. ഈ സൗഖ്യത്തിന് 2 അർത്ഥതലങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ആത്മാവിൻ്റെ സൗഖ്യം, 2 നമ്മുടെ ശരീരത്തിൻ്റെ സൗഖ്യം.
ആത്മാവിന്റെ സൗഖ്യം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ പാപം ചെയ്ത് അകന്നുപോയ മാനവരാശി ദൈവവുമായിട്ടുള്ള ബന്ധം വേർപെട്ടു പോയതിനെ ഒരു മുറിവ് എന്നും ആ ബന്ധം വീണ്ടും നിരപ്പ് പ്രാപിച്ച് മടങ്ങി വരുന്നതിനെ സൗഖ്യമെന്നും ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ രണ്ട് തരത്തിലുള്ള സൗഖ്യമാണ് യേശു കർത്താവിന്റെ കാൽവരി യാഗത്താൽ പിതാവാം ദൈവം, യഹോവ ഇരയാകുന്ന ദൈവം നമുക്കായി നൽകിയിരിക്കുന്നത്. യെശയ്യാ പ്രവചന പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. അവിടെ പറയുന്നു, നമ്മുടെ സാക്ഷാൽ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പാപത്താലുള്ള മുറിവുകൾ ഹൃദയത്തിൽ അവശേഷിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ രോഗത്താലും മുറിവിനാലും നിങ്ങൾ വേദനിക്കുന്നു എങ്കിലും, നിങ്ങളുടെ ഹൃദയം അസമാധാനത്താൽ ആയിരിക്കുന്നു എങ്കിലും, ഓർക്കുക, യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവ് കാൽവരി ക്രൂശിന്മേൽ യാഗമായി തീർന്നത്, അവൻ്റെ ശരീരം ഉഴവുചാൽ പോലെ കീറി മുറിയപ്പെട്ടത് നിങ്ങളുടെയും എൻ്റെയും സൗഖ്യത്തിന് വേണ്ടിയത്രേ. നിങ്ങളുടെ ശാരീരികവും മാനസികവും ആത്മീകവുമായ സൗഖ്യം യേശു കർത്താവിൻ്റെ കാൽവരി രക്തത്താൽ നമുക്ക് ലഭിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു സൗഖ്യത്തിനായി കൊതിക്കുന്നു എങ്കിൽ യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്തു വന്നാട്ടെ. ആ പിതാവാകുന്ന ദൈവം, യഹോവ ഇരയാകുന്ന ദൈവം നമുക്കായി നൽകിയത്, യേശു കർത്താവിനെ കാൽവരി ക്രൂശിന്മേൽ യാഗമായി നൽകിയത് നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയത്രേ. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു: മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അവിടെ പറയുന്നത്, ആദാമ്യ പാപം നിമിത്തം മാനവരാശിയുടെ മേൽ വന്ന സകല ശാപങ്ങളിൽ നിന്നും ക്രിസ്തുയേശുവിൻ്റെ രക്തം നമ്മെ സ്വതന്ത്രർ ആക്കി തീർക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ എത്ര തന്നെ ശപിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ, ആ ശാപങ്ങളെ ഒക്കെയും മാറ്റി അനുഗ്രഹമാക്കി തീർക്കുവാൻ യേശു കർത്താവിൻ്റെ കാൽവരി രക്തത്തിന് ശക്തിയുണ്ട്. 7-ാമതായി, യഹോവ ഇരയാകുന്ന ദൈവം യേശു കർത്താവിലൂടെ മാനവരാശിക്ക് ദാനമായി നൽകുന്നത് അനുഗ്രഹമത്രേ, അഥവാ ശാപത്തിൽ നിന്നുള്ള മോചനം അത്രേ. നമ്മുടെ കാലഘട്ടത്തിലേക്ക് ഒന്നെടുത്തു നോക്കിയാൽ അനേക വ്യക്തികൾ ശാപത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടി, ശാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒട്ടനവധി സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും ഒട്ടനവധി ക്രിയകൾ ചെയ്യുന്നതും ഒട്ടനവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ യേശു കർത്താവ്, അവൻ നമുക്കായി കാൽവരി ക്രൂശിന്മേൽ തൻ്റെ ജീവനെ വെച്ചത് കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും ആ ക്രിസ്തുയേശുവിൻ്റെ കാൽവരി യാഗത്താലുള്ള ശാപമോചനം അവകാശം ആയിത്തീരുന്നു. ഇനി വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യഹോവ ഇരയാകുന്ന ദൈവം അവൻ മാനവരാശിക്ക് നൽകിയ 7 കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. ഒന്നാമതായി പറഞ്ഞു നിത്യജീവൻ. രണ്ടാമതായി പറഞ്ഞത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്കുള്ള മടങ്ങിവരവ്. മൂന്നാമതായി പറഞ്ഞു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുവാനുള്ള അവകാശം. നാലാമതായി നാം പറഞ്ഞത് വിശുദ്ധീകരണം. അഞ്ചാമതായി പാപത്തിൽ നിന്നുള്ള മോചനം. ആറാമതായി സൗഖ്യം. ഏഴാമതായി ശാപത്തിൽ നിന്നുള്ള വിടുതൽ. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യഹോവ ഇരയാകുന്ന ദൈവം അവൻ സർവമാനവരാശിക്കും വേണ്ടി അല്ല, നിങ്ങൾക്ക് വേണ്ടി തൻ്റെ പുത്രനാകുന്ന ക്രിസ്തുയേശുവിനെ യാഗമായി നൽകിയത്. ഈ സകല അനുഗ്രഹങ്ങളും ഈ സകല അവകാശങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നതിന് വേണ്ടിയത്രേ. നാം ചിന്തിച്ച് തുടങ്ങിയത് അബ്രഹാമിൻ്റെ ചരിത്രത്തിൽ നിന്ന്. ആ മോറിയ മലയിൽ യഹോവയാകുന്ന ദൈവം, യഹോവ ഇരയായി തന്നെ താൻ വെളിപ്പെടുത്തിയത് ഇസഹാക്കിന് പകരം മറ്റൊരു യാഗമൃഗത്തെ നൽകിക്കൊണ്ടത്രേ. ഈ യേശു കർത്താവിലൂടെ പിതാവാം ദൈവം ചെയ്തതും അതത്രേ. ഞാനും നിങ്ങളും മരിക്കേണ്ടി ഇരുന്ന സ്ഥാനത്ത്
എനിക്കും നിങ്ങൾക്കും മരണം അവകാശമായി വരേണ്ടിയിരുന്ന സ്ഥാനത്ത് യേശു കർത്താവിനെ നമുക്ക് പകരമായി നൽകി പിതാവാം ദൈവം തൻ്റെ സകല അനുഗ്രഹങ്ങളെയും സകല നന്മകളെയും സൗഖ്യത്തെയും വിടുതലിനെയും സമാധാനത്തെയും മാനവരാശിക്ക് ദാനമായി നൽകുന്നു. ഇത് നിങ്ങളുടെ ജീവിതങ്ങളിൽ പ്രാപിക്കേണ്ടതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആ യേശു കർത്താവിൽ വിശ്വസിക്കുക. യേശു കർത്താവിനെ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിങ്ങളുടെ കർത്താവായി രക്ഷിതാവായി സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തു തന്നെയായിരുന്നാലും, ഒരുപക്ഷെ നിങ്ങൾ പാപം ചെയ്ത് മനസ്സമാധാനം ഇല്ലാതെ പരിഹാരത്തിന് വേണ്ടി അലയുന്ന വ്യക്തിയായിരിക്കാം. ജീവിതത്തിൽ രോഗത്താൽ അലയുന്ന വ്യക്തിയായിരിക്കാം. ശാപത്തിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടി അലയുന്ന വ്യക്തിയായിരിക്കാം. നിത്യജീവന്റെ മാർഗം അന്വേഷിച്ച് അലയുന്ന വ്യക്തിയായിരിക്കാം. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾക്ക് നിന്നുള്ള മോചനത്തിനായി ദാഹിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്തു തന്നെയായിരുന്നാലും നിങ്ങൾ യേശു കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് കടന്നു വന്നാട്ടെ. യഹോവ ഇരയാകുന്ന ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വന്നാട്ടെ. അവൻ തൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവേശുവിനെ യാഗമായി നൽകിയത് നിങ്ങൾക്ക് വേണ്ടിയത്രേ. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാമോ? കണ്ണുകളെ അടച്ചാട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങൾ കേട്ട അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ പുത്രനാകുന്ന ക്രിസ്തുവേശുവിനെ അങ്ങ് യാഗമായി നൽകിയത് ഞങ്ങളുടെ നിത്യജീവന് വേണ്ടി, ഞങ്ങളുടെ സൗഖ്യത്തിനായി, ഞങ്ങളുടെ സമാധാനത്തിനായി, ഞങ്ങളുടെ അനുഗ്രഹത്തിനായി, ഞങ്ങളുടെ വിടുതലിനായി, പാപത്തിൻ്റെ മോചനത്തിനായി, വിശുദ്ധീകരണത്തിനായി, അങ്ങയുമായുള്ള ബന്ധത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വരേണ്ടതിനായി എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ട് അങ്ങയുടെ സന്നിധിയോട് അടുത്തു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ പുത്രനാകുന്ന ക്രിസ്തുവേശുവിലൂടെയുള്ള സകല വിടുതലും സൗഖ്യവും സമാധാനവും അനുഗ്രഹങ്ങളും ഇപ്പോൾ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിൻ്റെ മേൽ അങ്ങ് പകരണമേ. കർത്താവ്, നിത്യജീവൻ അവകാശികളായി തീരുവാൻ തക്കവണ്ണം ഈ ജനത്തെ അങ്ങ് ഒരുക്കണമേ. അങ്ങയുടെ ബന്ധത്തിലേക്ക് അവരെ അങ്ങ് അടുപ്പിക്കണമേ. കർത്താവിൻ്റെ ശരീരങ്ങൾക്ക് സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സകല ശാപങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. അവരുടെ പാപങ്ങളെ അങ്ങ് ക്ഷമിക്കണമേ. അവരുടെ ജീവിതങ്ങളെ അങ്ങ് സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക്, അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, സമാധാനത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് അങ്ങ് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം ഇപ്പോൾ ഈ ജനത്തിന് മേൽ അങ്ങ് വച്ച് അനുഗ്രഹിക്കണമേ അപ്പാ. ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ദൈവമേ, അങ്ങയുടെ കൃപയുടെ ആഴം, അങ്ങയുടെ കൃപയുടെ ബഹുത്വം ഈ ജനത്തിന് മേൽ അങ്ങ് പ്രദർശിപ്പിക്കണമേ. ഈ ജനം എവിടെ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം ശ്രവിച്ചു എങ്കിലും കർത്താവേ, യഹോവ ഇരയായി അങ്ങ് അവരുടെ ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരണമേ. അങ്ങയുടെ മഹത്വത്തിന്റെ ശക്തിയെ അങ്ങ് പ്രദർശിപ്പിക്കണമേ. ഈ ജനം സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടവരായി, ദേഹം ദേഹി ആത്മാവിൽ സൗഖ്യവും സമാധാനവും വിടുതലും ഉള്ളവരായി നിത്യജീവൻ അവകാശമാക്കുവാൻ തക്കവണ്ണം ഇവിടെ ജീവിതങ്ങളെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അപ്പാ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തുടർന്ന് ഇവിടെ ജീവിതങ്ങൾ മേൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യട്ടെ. അങ്ങ് തന്നെ ജീവിക്കുന്ന ദൈവമെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം, സാക്ഷീകരിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ മഹത്വത്തിന്റെ പ്രവൃത്തി ഇവിടെ ജീവിതങ്ങളിൽ തികയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വപകർച്ചയും അങ്ങേക്ക് യേശുവിൻ നാമത്തിന് പിതാവേ. ആമേൻ, ആമേൻ. യഹോവ ഇരയാകുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തെ സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക്, അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, സമാധാനത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് കരം പിടിച്ച് നടത്തുമാറാകട്ടെ. നമ്മുടെ ഈ ആത്മീയ യാത്ര തുടരുകയാണ്. അടുത്തയാഴ്ച ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തിയ മറ്റൊരു പർവ്വതത്തിലേക്ക് നാം യാത്ര ചെയ്യുന്നതുവരെയും കർത്താവ് നമ്മെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സന്തോഷമായി സമാധാനമായി കാത്തുപരിപാലിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഞങ്ങളുടെ മേൽവിലാസം ബെഥേൽ മിഷൻസ്, PB നമ്പർ 1, കാഞ്ഞിരംകുളം PO, ട്രിവാൻഡ്രം 695524. ഇമെയിൽ അഡ്രസ് bethelmissionsprayer@gmail.com. മൊബൈൽ നമ്പേഴ്സ് 7034655559, 7034755559. ഞങ്ങളുടെ പ്രാർത്ഥനാ യോഗങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30 മുതൽ 8:30 വരെയും എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 4 മുതൽ 6 വരെയും കാഞ്ഞിരംകുളം ചാണിക്ക് സമീപമുള്ള ഹാളിൽ വെച്ചും
എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 6:30 മുതൽ 8:30 വരെ കഴക്കൂട്ടം SNDP ഹാളിൽ വെച്ചും നടക്കുന്നു.